അയ്യോ ഇതാണ് ശുചിമുനിയോ? ശുചിമുനി തന്നെ ഇത്. അതിലെ സംഭവം നിന്നെ ഇത്ര കാണാറില്ലായിരുന്നോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നെ ഛർദ്ദിച്ചിരിക്കുക കേട്ടോ. നമ്മൾ പൊക്കോട്ടിരിക്കുക. പോകുന്ന വഴിക്ക് പൊന്നിന് ഗ്യാസ് കയറിയതാണോ എന്താ പറ്റുന്ന അറിയത്തില്ല. പൊന്നു നല്ല ഛർദിയായിരുന്നു കേട്ടോ. യാത്ര ചെയ്യുമ്പോ ആദ്യമായിട്ടാട്ടോ ഛർദിക്കുന്നത്. ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നത്. മമ്മി കുഞ്ഞു അപ്പം കിടക്കുന്നുണ്ട്. കുഞ്ഞു പെണ്ണ മമ്മി നല്ല ഉറക്കത്തിലാട്ടോ. അപ്പൊ പൊന്നു ഛർദിക്കണം എന്ന് പറഞ്ഞിട്ട് പൊന്നിന്റെ ഫോൺ വിളിച്ച് ഞാൻ മേലെ താഴേക്ക് ചാടി ഇറങ്ങി വന്ന് ഇരുന്ന് ഞാൻ കഥകളൊക്കെ പറഞ്ഞ് ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് റോഡിൽ കൂടെ കണ്ടോ ഓരോ വീടുകളുടെ സ്റ്റാറുകളൊക്കെ പള്ളിയിലൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ പോവാന്. പക്ഷെ ഛർദിച്ച് ഞാൻ ആദ്യമായിട്ട് ഛർദിച്ചാണ്. എനിക്ക് ഭയങ്കര വിഷമായിട്ടോ. താമരശ്ശേരി ചുരം കൂട്ടുകാരെ, താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തൂടെ കേട്ടോ പൊക്കോണ്ടിരിക്കുന്നേ കണ്ടോ. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? നമ്മൾ ഇപ്പുറവശത്താണല്ലേ പാർക്കിട്ടുള്ള വശത്താ. ഇനി തിരിഞ്ഞ് അപ്പുറ വശത്ത് എത്തുമ്പോ കാണാം. മരം കാണാം. കൊക്ക കൊറക്കല്ല കൊക്ക കണ്ടോ. നിറയെ വണ്ടിയാട്ടോ ഈ രാത്രിയിലും. അതിലെ സംഭവം നിന്നെ ഇത്ര നേരം കാണാറില്ലായിരുന്നോ? വൺ സീൻ കേട്ടോ. ഇവിടെ ഒരാൾ കണ്ണും തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചോരത്തിന്റെ കുറെ വണ്ടി ഉണ്ടല്ലോ. അത് ശരി അത് ശരി നമ്മുടെ റൂമിൽ ഇല്ലായിരുന്നല്ലോ. മനസ്സിലാവില്ലല്ലോ. കുഞ്ഞിപ്പണി എണീച്ചാടോ കേട്ടോ. കണ്ണും പിടിച്ച് നോക്കിയിരിക്കുവായിരുന്നു. അമ്മ ഛർദിച്ചു. അമ്മ ഛർദിച്ചു അയ്യോ. ഉറക്കം തെളിഞ്ഞിട്ട് മിണ്ടുവരാട്ടോ. അതാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് കടന്ന് ഉറങ്ങാൻ നോക്കും കേട്ടോ. കണ്ണു തുറന്നിരിക്കും. ഈ കടന്ന് ഉറങ്ങാൻ നോക്കും. കുഞ്ഞിനെ കടത്തി ഉറക്കി രാവിലെ 4 മണി 4:30 ആവുമ്പോൾ നമ്മൾ എത്തൂട്ടോ അങ്കമാലി. അപ്പൊ എണീക്കാം. ഓക്കെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ എത്താനായിട്ടോ. നമ്മളെ നാട് എത്തിക്കൊണ്ടിരിക്കണോ. പിന്നെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അങ്കമാലി എത്തൂട്ടോ. അങ്കമാലിയിൽ അപ്പൊ അവര് വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞച്ചി അളി രണ്ടും കൂടെ ഉണ്ടാവൂലേ. ഫ്രണ്ട്സും ഉണ്ട് അങ്കമാലിയില്. നിനക്കറിയോ നമ്മുടെ അങ്ങനെ. അപ്പൊ നിങ്ങളും ഉണ്ടാവും അങ്കമാലി ഉള്ളവര്. നമ്മൾ അങ്കമാലിയിൽ വന്നിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുക. മമ്മി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ മമ്മി മാത്രമേ വരുന്നുള്ളൂ എന്നാണ് കുഞ്ഞിച്ച് വിചാരിച്ചേക്കുന്നത്. നമുക്ക് ഇറങ്ങുമ്പോ കാണാം കേട്ടോ. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ ഇനി. അപ്പൊ കുഞ്ഞിപ്പെണ്ണ നാട് നല്ല ഉറക്കത്തിലാട്ടോ. കുഞ്ഞിപ്പെണ്ണെ എണീപ്പിക്കണം. എന്നിട്ട് നേരെ നമുക്ക് എണീറ്റ് പോണം കേട്ടോ. നല്ല ഉറങ്ങിയില്ല കുഞ്ഞ് നല്ല ഉറങ്ങി. സൂപ്പറായിട്ട് ഉറങ്ങിയില്ലേ. അല്ലെ ആടിയാടി തൊട്ടിലിട്ട് ആടി പോകുന്നവരല്ലേ. നല്ല തണുപ്പല്ലേ. ഒരു തുള്ളി പുതപ്പിടാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. പുതപ്പൊക്കെ ചവിട്ടി പറയും. ഞാൻ എന്നിട്ട് അവളെ അങ്ങോട്ട് നടത്തിയിട്ട് ഞാൻ മമ്മീന്റെ മേത്ത് കാലൊക്കെ കഴിച്ച് ഞാൻ സൂപ്പറായിട്ട് ഉറങ്ങി കേട്ടോ. ഒരു ഛർദിയൊക്കെ കഴിഞ്ഞേരെ സുഖമായി. സ്റ്റാർ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നാടെ കണ്ണു തുറന്നാണ് നോക്കുന്നുണ്ട്. നമ്മളെ എവിടെയാ അപ്പൊ വന്നേക്കണേ. നല്ലോണം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ആടിയല്ലേ പോന്നേ. സ്കൈ നമ്മള് ശുശിയമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാനോ. ഇറങ്ങാനായിട്ടോ. ബാബാ. അപ്പൊ നാളെ അളിയൻ വന്നു കേട്ടോ. അളിയൻ ബാഗ് വാങ്ങി നമ്മളാളെ ഇറങ്ങി. എവിടെയാ ഒരു വണ്ടിയിലാ. നമ്മളെ ബാഗ് കണ്ടേ. നമ്മളെ ബാഗ് ഈ ബാഗ് പിന്നെ ആ സൂട്ട് കേസ് സാമ്പോ ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട് മമ്മി. അപ്പൊ നമ്മൾ അങ്കമാലിയില് ലാൻഡ് ചെയ്തോ. ഇതാണ് സുസി ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നത്.
എന്റെ മോളെ ആ ചൂട് കുറവാ കേട്ടോ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നടാ സുസി പറയണോ? സുസിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സുസി നേരത്തെ എന്താ പറഞ്ഞായിരുന്നു സുസി പറയുന്നുണ്ട്. അഭിഷേക് പറയുന്നത് അയ്യോ അളിയോ 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 അളിയനാര് വിളിക്കുന്നത്? അളിയനെ പരിപാടികൾ ആരംഭിക്കുകയാണ് കൂട്ടുകാരെ. കലാപരിപാടികൾ ആരംഭിക്കുന്നില്ല. കലാപരിപാടികളുള്ളിലേക്ക് വെച്ചോ. എന്തെങ്കിലും എടുക്കാണ്ടാ പുറകെ വെക്കണോ? അല്ലാതെ നോട്ടവിടെ അങ്ങോട്ടെ കൈ പിടിക്കണോ? വേണ്ട പിന്നെ കളിക്കുന്നേ കറിക്കോ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. അതിന് വലിയ കള്ളൻ പറയണു. കുഞ്ഞാവെന്നെ തേക്ക് വന്നോ? പൊന്നു അലക്കോന്നോ? അപ്പനെ വിളിച്ചപ്പോളാ ഞാൻ നെറ്റ് ഓഫാക്കി വെച്ച് സുസി വിളിക്കും. സുസി വീഡിയോ കോൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നെറ്റ് ഓഫ് ആക്കി വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാനപ്പോ അവിടെ ഇരുന്നിട്ട് പറയാം അവര് വരുമ്പോ തന്നെ എന്റെ വായി വരുന്നത്. അപ്പൊ ആഷ്ലി ചേച്ചി പറഞ്ഞു ഇടി മമ്മി മാത്രല്ലേ വരുന്നുള്ളൂ. ആഷ്ലി ചേച്ചിക്ക് അറിയായിരുന്നെന്ന് തോന്നല്ലേ? ആഷ്ലി ചേച്ചി വിളിച്ചു വെച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞു വരുന്നില്ല. അപ്പൊ പറഞ്ഞു ഇടി മമ്മി മാത്രം അറിയില്ല കേട്ടോ. അളിയന് മാത്രമേ അറിയുള്ളൂ. ഇതാ എനിക്ക് സർപ്രൈസ്. നമ്മളെ കണ്ടതല്ല ആള് ടാക്ടിക് ഇറക്കി കാണും. ഇവന്റെ ഒട്ടും എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. കള്ളത്തരം. എന്റെ സുസി എന്താ വിചാരിച്ചേ? എന്ത് കള്ളനാടാ? അളിയനൊക്കെ പഠിച്ച കള്ളനാ. സുസി എന്താ വിചാരിച്ചേ? പക്ഷെ എനിക്ക് നിങ്ങള് നല്ല ഡൗട്ടായിരുന്നു. കാരണം പൊന്നിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. കുഞ്ഞാവിനെ വിളിച്ചിട്ട് കുഞ്ഞാവൻ നെറ്റ് ഓഫ് ആക്കി വെച്ച സ്പോട്ടിൽ തന്നെ പൊന്നിന്റെ നെറ്റ് ഓഫ്. മമ്മിയാണെങ്കിൽ കൊച്ചായി അടുത്ത കൊച്ചാ. സ്കൈ തന്നെയാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കുഞ്ഞുപെണ്ണ് ഒരു കൊച്ചു കരയുന്ന കേട്ടിട്ടെന്ന് പറഞ്ഞിട്ട് മമ്മി പറഞ്ഞ അടുത്തുള്ള കൊച്ചാന്ന് സൗണ്ട് കറക്റ്റ് മനസ്സിലായി. എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് സർപ്രൈസ് തരാൻ നോക്കുന്നതല്ലേ ആട്ടെ. അങ്ങനെ ആ വഴിക്ക് എനിക്ക് തോന്നിയതാണോ ഞാനിങ്ങനെ സർപ്രൈസ് കിട്ടിയില്ലേ? സർപ്രൈസ്. പക്ഷേ എനിക്ക് പിന്നെ ഡൗട്ട്. ദൈവം ഇനി ഇവര് നുണ പറയുന്നതാണ്. വേണ്ട ആഗ്രഹിക്കണ്ട. ഇനി വന്നില്ലെങ്കിലോ എനിക്ക് വിഷമമില്ലേ? ഞാൻ ഇവരോട് ചോദിച്ചു എന്റെ മോനെ നീ എന്ത് ഇവന്റെ അഭിനയോട്ടല്ല നീ അഭിനയിക്കാൻ പോക്കണം. നിനക്ക് അവാർഡ് കിട്ടും. എടാ എനിക്ക് ഒരു പോയിന്റ് വരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ആദ്യം തൊട്ടേ അറിയുന്ന ആള്. നേരെ പോട്ടെ. വണ്ടി നേരെ പെരുമ്പാവൂർ കൂടെ. എനിക്കറിയില്ല. അയ്യോ ഇതേ ശുക്ഷിമണിയോ? ശുക്ഷിമണി തന്നെ ഇത്. എന്റെ ദൈവമേ കുഞ്ഞിപ്പന്നെ എവിടെയാടി വന്നേക്കണേ? ഡ്യൂഡിഷ് നല്ല ഉറക്കത്തിലാട്ടോ. ഡൂഡുവിനെ എടുത്തോണ്ട് ഇറങ്ങിയിട്ട ഞാന് കാറ് സ്റ്റാർട്ടാക്കി. സ്റ്റാർട്ടായിട്ട് ആല പോടെ. ജൂലിക്ക് അങ്ങനെ പറഞ്ഞെന്ന്. ബസ്സില് ബാംഗ്ലൂർ വന്നപ്പോഴേ ഈ ബസ്സായോണ്ടോ നീച്ചു മുല്ലാനും പറ്റൂല. ഡോഡുവിന്റെ മാസ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോ ചോറുണ്ട് കഴിഞ്ഞപ്പോ സമാധാനായി ചുച്ചി. സമാധാനായി ഡോഡു. അപ്പൊ ഞങ്ങളാണ് ഇവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കുക കേട്ടോ. അന്തമാരി തന്നെ ഒരു കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി അല്ലേ? നല്ല കട്ടൻ കാപ്പി നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞേച്ചി ലൈവിൽ വന്നതിന്റെ സന്തോഷം കേട്ടോ.
മമ്മീന്റെ ബാഗിനകത്താട്ടോ പരിപാടി ഉണ്ടോ കുഞ്ഞിപ്പന്നെ. അപ്പൊ നല്ല കട്ടൻ ചായ കേട്ടോ, നല്ല കട്ടൻ കാപ്പി, നല്ല ചൂടൻ കട്ടൻ കാപ്പി. അങ്ങനെ നമ്മൾ നാണ്ട് വീട്ടിലെത്തി. വെൽക്കം ഹോം. വെൽക്കം ഹോം. വെൽക്കം ഹോം. ഡൂഡു എണീച്ചിട്ടില്ല കേട്ടോ. ചൂട് നല്ല ഉറക്കാട്ടോ. ഇനി ആര് വെല്ലാട്ട് പോക്കടോ? നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വമ്പ സർപ്രൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളെ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണേ കാണാൻ പോകുന്നേ. ചാർലി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചാർലിനെ? നമ്മുടെ ചാർലി ആണ്ടെ. ചാർലി എന്താണ് പരിപാടി? ഉണ്ടോ? ഭയങ്കര സന്തോഷായിട്ടോ എന്റെ മോനെ. ചാർലി കുഞ്ഞിപ്പഞ്ഞി, നിനക്ക് ഓർമ്മയുണ്ട് ചാർലിനെ? ചാർലി എടാ ചാർലി ഓ എന്റെ പൊന്നെ. മനസ്സിലായി. ചാർലി കുട്ടോ.